tech, entertainment, travel. Techverse with Febin. 10:30 ആയപ്പോഴാണ് ഞങ്ങൾ പോർട്ടിലെത്തിയത്. സാധാരണ UK-യിൽ അടിക്കടി മഴ പെയ്യാറുണ്ട്, പക്ഷേ ഇന്ന് നല്ല വെതറാണ്. ഞങ്ങൾക്ക് വൈകിട്ട് തിരിച്ചു പോകാൻ 7 o'clock ഫെറിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അതിനുള്ളിൽ പറ്റുന്നത്രയും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇവിടെ വന്നതിന് ശേഷം എന്താണ് ആദ്യം കാണേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രോഡി കാസിൽ കാണാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ വണ്ടി കാർ പാർക്കിലിട്ടു. അത് കഴിഞ്ഞ് ആ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് കയറാനായിട്ട് പോവുകയാണ്. ഈ വഴി കൂടെയാണ് നടന്നു ചെല്ലേണ്ടത്. ആ കാണുന്നതാണ് ബ്രോഡി കാസിൽ. കാസിലിൻ്റെ ചുറ്റും നല്ലൊരു ഗാർഡനുമുണ്ട്. ഐൽ ഓഫ് മാനിലെ മെയിൻ അട്രാക്ഷനാണ് ബ്രോഡി കാസിൽ. കയറി ചെല്ലുന്നിടത്ത് ഒരു ഷോപ്പാണ്. അപ്പാരൽസും സ്വീറ്റ്സും ഒക്കെ അവിടെ വരുന്നവർക്ക് പൈസ കൊടുത്ത് മേടിക്കാം. വീണ്ടും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വോളിൽ ഫാമിലി ട്രീയും ആ കാസലിനെ കുറിച്ചുള്ള ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള ഒരു റൂമിൽ കയറിയാൽ അവിടെ നമുക്ക് സെറാമിക്സ് ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കാസലിൻ്റെ പ്രധാന കവാടം. ഇവിടുത്തെ ഭിത്തികളിലെല്ലാം രാജാവ് ഹണ്ട് ചെയ്ത് കൊന്ന മാനിൻ്റെയും കാളയുടെയും തലകളെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അതൊരു പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. send you to your mama. It's the whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip, get the guns out.
Dropping bodies into place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. ഇത് പ്രിൻസസ് മെറിയുടെ ബെഡ്റൂമാണ്. ആ പരിച പോലിരിക്കുന്ന ഐറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് വാക്സ് കൊണ്ടാണ് ഇവിടുത്തെ മേക്കപ്പ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് ഹീറ്ററിൻ്റെയൊക്കെ അടുത്തിരുന്ന ഫേസിൽ നിന്ന് അത് ഒലിച്ച് വരാൻ ചാൻസ് ഉണ്ട്, ബേൺ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഷീൽഡ്.
ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ. ഇവിടെ 7 പേർക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കാം. ഇതാണ് ബട്ട്ലേഴ്സ് പാൻട്രി എന്ന് പറയുന്നത്. കിച്ചൻ്റെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിലുള്ളൊരു റൂമിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കിവിടെ ധാരാളം സിൽവർ കപ്സും പ്ലേറ്റ്സും കാണാൻ പറ്റും. വിശിഷ്ട അതിഥികൾക്ക് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ഈ താഴോട്ടിറങ്ങി ചെല്ലുന്നതാണ് അവരുടെ കിച്ചൺ. വളരെ മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് അവരുടെ കിച്ചൺ. അവർ പണ്ട് എങ്ങനെയാണോ ഭക്ഷണം പാകം ചെയ്തതും പാത്രങ്ങൾ അടുക്കി വെച്ചതും അതേപോലെ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഫുഡിൻ്റെ പല രൂപങ്ങളും അവിടെ കൃത്രിമമായി അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതേപോലെ ഗ്രിൽ ചെയ്യുന്ന ഒരു മാനിനെ കാണാം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചായ തിളപ്പിക്കുന്നത് കാണാം. അതിൽ വിസിൽ വരുന്നത് സൗണ്ട് വരെ അവർ കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു ഹോട്ട് ബൺ ഉണ്ടാക്കുന്നു. അതിന് ചൂടിന് വേണ്ടി അവിടെ ഹീറ്റർ അവർ ഓണാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. ഇവിടെ പുഡിങ്ങും ഒക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു. ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇതൊക്കെ പണ്ട് ഇവർ ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ തടവറ. വളരെ ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഉള്ളിലേക്ക് കയറുമ്പോൾ 2 ജനലുകൾ കാണാം. പക്ഷെ അത് തുറക്കാൻ സാധ്യമല്ല. രാജ്യദ്രോഹ കുറ്റം ചെയ്തവരെയും രാജാവിനെതിരെ സംസാരിക്കുന്നവരെയും ആണ് ഈ തടവറയിലൊക്കെ ഇടുന്നത്. അവിടെയും ഒരാളെ കാണാമായിരുന്നു ഞങ്ങൾക്ക്. മനുഷ്യ പ്രതിമ എന്ന് മാത്രം. പണ്ട് ഇതേപോലെ ആരൊക്കെയോ അവിടെ കഴിഞ്ഞിരുന്നു. ഇതാണ് ഇവിടുത്തെ വൈൻ സൂക്ഷിച്ചു വെക്കുന്ന കലവറ. രാജാവും രാജാവിൻ്റെ റിലേറ്റീവ്സും ഒക്കെ ഈ കാസിലേക്ക് വരുമ്പോൾ ഏത് തരം വൈനാണ് ഓരോ മീലിനും കൊടുക്കേണ്ടതെന്ന് ഇവിടെയുള്ള ബട്ട്ലറിന് നന്നായി അറിയാം. ബട്ട്ലർ ഒരു എക്സ്പേർട്ടാണ് വൈൻ ചൂസ് ചെയ്യാൻ. ഈ കാണുന്ന ഡോഡയുടെ പാത്രത്തിലാണ് വൈൻ സെർവ് ചെയ്യുന്നത്. അതേപോലെ ഈ കാണുന്നത് വൈൻ കുടിക്കാൻ വേണ്ടി ഔളിൻ്റെ ഷേപ്പിലുള്ള ഗ്ലാസ്സാണ്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ ബ്രോഡി കാസിലിൻ്റെ ആർക്കിടെക്ചറും ഹോളും ബെഡ്റൂംസും കിച്ചണും പിന്നെ രാജാക്കന്മാർ ഹണ്ട് ചെയ്ത ഡീറിൻ്റെ ഹെഡും സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ ഇടനാഴികൾ വളരെ നിഗൂഢവും ഭയപ്പെടുത്തുന്നതും ആയിരുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയുള്ളത് അവിടുത്തെ ഗാർഡനും അവിടുത്തെ ബ്യൂട്ടിയുമാണ്. ഇനി അത് കാണാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.